ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസ് സ്വാധ്യായത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ, പ്രായോഗിക പ്രകൃതിശാസ്ത്രം എന്നുള്ള അധ്യായത്തിൽ 12-ാമത്തെ ദിവസം സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്താണ് സാമൂഹ്യ പ്രവർത്തനം എന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: Social activism is the strategy to align social elements into the favorable pattern. എന്താണ് സാമൂഹ്യ പ്രവർത്തനം? സാമൂഹ്യ വ്യവസ്ഥയുടെ സംഘാടന, പരിചരണ, പുനഃസ്ഥാപന ധർമ്മങ്ങളെ സാമൂഹ്യ മർമ്മമെന്ന വണ്ണം ബോധ്യപ്പെട്ട് പ്രതിബദ്ധമായി ഇതര സമൂഹ ഘടകങ്ങളെ പൊതുധാരയുമായി ഏകതാനതയിൽ കൊണ്ടെത്തിക്കുവാൻ ഉള്ള നിയുക്ത സമൂഹ സത്തകളുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ് സാമൂഹ്യ പ്രവർത്തനം. സമൂഹമർമ്മം ആകാൻ യോഗ്യമല്ലാതിരുന്നു സമൂഹധർമ്മത്തെ സ്വയമേവയോ നിയോഗമായോ ഏറ്റെടുക്കുന്ന സമൂഹ ഘടകങ്ങളാണ് പ്രതീതമർമ്മങ്ങൾ. ഈ പ്രതീതമർമ്മങ്ങൾ ശീലനം കൊണ്ടോ ശിക്ഷണം കൊണ്ടോ സംസ്കാരം കൊണ്ടോ യുക്തി കൊണ്ടോ ബോധ്യപ്പെട്ട സമൂഹ പ്രവർത്തന തത്വങ്ങളാണ് അവരുടെ രാഷ്ട്രീയ പ്രത്യയമായി മുന്നിൽ നിൽക്കുക. സാമൂഹ്യമായ പ്രതിബദ്ധത കൊണ്ടോ സാന്ദർഭിക നിയോഗം കൊണ്ടോ സാംസ്കാരിക പ്രേരണ കൊണ്ടോ ഒക്കെ വിവിധങ്ങളായ രാഷ്ട്രീയ പ്രത്യയങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നിദാനമാകുന്നുണ്ട്. എന്നാൽ ഇതര ജൈവ അതിജൈവ വ്യവസ്ഥകളെ പോലെ മനുഷ്യനെയും സമൂഹത്തെയും മനുഷ്യന്റെ ജീവിത പരിസ്ഥിതിയെയും ഒരു സ്വയം സംഘടിത ചാക്രിക സുസ്ഥിര വ്യവസ്ഥയായി ബോധ്യപ്പെടാത്ത ഏതു പ്രത്യയ രാഷ്ട്രീയവും സഹജ സുസ്ഥിര സാമൂഹ്യ പ്രവാഹത്തോട് നീതി പുലർത്തില്ല. പകരം ഈ പ്രത്യയ മർമ്മങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് അനുസൃതമായിരിക്കും അവരാൽ നയിക്കപ്പെടുന്ന സമൂഹത്തിന്റെ പ്രവർത്തന വിന്യാസഗതികൾ. അതിനാൽ സുസ്ഥിരതയെ ലക്ഷ്യമാക്കുന്ന ഒരു സാമൂഹ്യ മർമ്മത്തിന് ഒളിമ്പസ് പോലെയുള്ള ഒരു ഏകീകൃത ഹരിത ദർശന ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസത്തിന്റെ പിൻബലം ഉണ്ടാകേണ്ടതുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു നിലപാട് ഈ വിധമാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നതാണ് സാമൂഹ്യ പ്രവർത്തനം അഥവാ സാമൂഹ്യ സേവനം എന്ന് പറയുന്ന ആ ഒന്ന് ഇസ് എ സ്ട്രാറ്റജി ടു അലൈൻ സോഷ്യൽ എലമെന്റ്സ് ഇൻ ടു ഫേവറബിൾ പാറ്റേൺ. ഒരു സൗകര്യപ്രദമായ ഒരു പ്രവർത്തന വിന്യാസത്തിന്റെ ഘടനയിലേക്ക് സമൂഹ ഘടകങ്ങളെ കൊണ്ടെത്തിക്കുന്ന തന്ത്രമാണ്, നയമാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് സമൂഹം ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു, സമൂഹത്തിലെ ഘടകങ്ങളെല്ലാം തന്നെ വേറൊരു രീതിയിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങിയാൽ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ, സമൂഹത്തിന്റെ മുൻപോട്ട് പോക്ക് ബുദ്ധിമുട്ടാവും. രോഗിതമായൊരു ശരീരം പോലെ. അതായത് എന്റെ ശരീരം ജീവിച്ച് മുൻപോട്ട് പോകുന്നു. എന്റെ ശരീരം ജീവിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് എന്റെ ശരീരകോശങ്ങൾ, ശരീരാവയവങ്ങൾ എന്റെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനത്തിന്റെ ആ ഒരു ഗതിയിൽ തന്നെ ഒഴുകണം. അല്ലെങ്കിൽ ശരീരത്തിന് പ്രവർത്തന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ജീവിതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അങ്ങനെ വരുന്നതിനെയാണ് അസ്വാസ്ഥ്യം എന്നൊക്കെ പറയുക, രോഗം എന്നൊക്കെ പറയുക. അപ്പൊ ഇതുപോലെ രോഗിതമായ ഒരു സാമൂഹ്യ ശരീരം ഉണ്ടാകാതിരിക്കാൻ സമൂഹത്തിന്റെ ഘടകങ്ങളെല്ലാം തന്നെ ഒരു ഏകീകൃത ധാരയിൽ, ഒരു പൊതുവിന്യാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനെയാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോ സമൂഹ വ്യവസ്ഥയുടെ സംഘാടന, പരിചരണ, പുനഃസ്ഥാപന ധർമ്മങ്ങൾ നമുക്കറിയാം. ഒരു സ്വയം സംഘടിത വ്യവസ്ഥയ്ക്ക് അത് സ്വയം സംഘടിക്കുകയും സ്വയം പരിചരിക്കുകയും സ്വയം പുനഃസ്ഥാപിക്കുകയും ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന്. ഒരു ജൈവ വ്യവസ്ഥ തന്നെ ആകണമെന്നില്ല. ഒരു വ്യവസ്ഥ, നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥ, അത് നമ്മൾ ഉണ്ടാക്കിയതാണെന്നിരിക്കട്ടെ, നമ്മൾ വെളിയിൽ നിന്നും അത് ഉണ്ടാക്കിയാണെന്നിരിക്കട്ടെ, അതിനെ അങ്ങനെ നല്ല രീതിയിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണമായിട്ടുള്ള സൈക്കിളിനെ നല്ല രീതിയിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്, നല്ല രീതിയിൽ പരിചരിക്കേണ്ടതുണ്ട്, നല്ല രീതിയിൽ അതിന്റെ കേടുപാടുകളെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ആ വ്യവസ്ഥ നിലനിൽക്കുക? ഒരു ആരോഗ്യമുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് നല്ല സംഘാടനവും നല്ല പരിചരണവും നല്ല പുനഃസ്ഥാപനവും നടക്കുന്നതായിരിക്കും. അത്തരം ധർമ്മങ്ങളെ നടപ്പിലാക്കേണ്ടത് ആരാണ്? ആ വ്യവസ്ഥയുടെ ഉടമസ്ഥതയുള്ള, ആ വ്യവസ്ഥയുടെ അധികാരമുള്ള ആള്. ഒരു സൈക്കിൾ ആണെങ്കിൽ സൈക്കിളിന്റെ ഉടമസ്ഥനാണ് നിർവഹിക്കേണ്ടത്. ഒരു സംഘടനയാണെങ്കിൽ സംഘടനയുടെ നേതാവാണ് നയിക്കേണ്ടത്. ഒരു രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്ര തലവനാണ് അത് നയിക്കേണ്ടത്.
ഒരു ശരീരമാണെങ്കിൽ ശരീരത്തിന്റെ മർമ്മമാണ് അത് നിർവഹിക്കേണ്ടത്. ഒരു കോശമാണെങ്കിൽ കോശ മർമ്മമാണ് അത് നയിക്കേണ്ടത്. അപ്പോ ഈ സംഘാടനം, പരിചരണം, പുനഃസ്ഥാപനം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം, അത് നിർവഹിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹ മർമ്മമാണ് നിർവഹിക്കേണ്ടത്. പ്രകൃതിയുടെ ഒരു ഘടനയനുസരിച്ച് സമൂഹ മർമ്മം എന്ന് പറയുന്നത് ഗോത്രത്തലവൻ, രാജാവ് തുടങ്ങിയ ആ ഒരു സാമൂഹ്യ നേതൃത്വം ആരാണോ നയിക്കുന്നത് അവരാണ്. അപ്പോ സമൂഹം മർമ്മം എന്നുള്ള ഒരു അവസ്ഥ നിലവിൽ ഇവിടെ ഇല്ലല്ലോ. ഇല്ലാതെ ഒരു സമൂഹം നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവിടെയും സമൂഹ മർമ്മം എന്ന വണ്ണം ബോധ്യപ്പെട്ട് പ്രതിബദ്ധമായി ഇതര സമൂഹ ഘടകങ്ങളെ പൊതുധാരയുമായി ഏകദാനതയിൽ കൊണ്ടെത്തിക്കുവാനുള്ള നിയുക്ത സമൂഹ സത്തകളുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ് സാമൂഹ്യ പ്രവർത്തനം. അപ്പോ ഈ ഒരു ഏകീകരണം നടത്തുന്നത് ആരാണ്? സമൂഹ മർമ്മം എന്ന് സ്വയം ബോധ്യം വന്നവൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സമൂഹ മർമ്മമാണെന്ന്. അതുകൊണ്ട് ഞാൻ സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തെ ഞാൻ അങ്ങ് ഏറ്റെടുക്കുന്നു. ഞാൻ അതിനോട് പ്രതിബദ്ധമാകുന്നു. എന്താണ് പ്രതിബദ്ധത എന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ചു, സാമൂഹ്യ പ്രതിബദ്ധത. അപ്പോ സമൂഹത്തോട് ആ സമൂഹ ദൗത്യത്തെ ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനോട് പ്രതിബദ്ധമായി ഇതര സമൂഹ ഘടകങ്ങളെ പൊതുധാരയുമായി ഏകദാനതയിൽ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഈ ഇതര സമൂഹ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്റെ സാമൂഹ്യ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. മനുഷ്യരാണോ, ഈ ജാതിയിൽപ്പെട്ടവരാണോ, ഞാൻ എന്റെ തെരുവിൽപ്പെട്ടവരാണോ, അല്ലെങ്കിൽ എന്റെ വർഗത്തിൽപ്പെട്ടവരാണോ? ഈ സമൂഹ ഘടകങ്ങൾ എന്നുള്ളത് എന്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. ഏത് സമൂഹത്തെയാണ് ഞാൻ എടുക്കുന്നത്? അപ്പോ സമൂഹ മർമ്മം എന്ന് പറയുന്ന രീതിയിൽ ഞാനൊരു വേഷം കെട്ടുന്ന സമയത്ത് ആ വേഷം എന്ന് പറയുന്നത് എന്തിനെയാണോ അഭിസംബോധന എന്ന് അതിനനുസരിച്ച് സമൂഹത്തിന്റെ വലിപ്പം മാറും. പ്രകൃതി നിയോഗിക്കുന്നതാണെങ്കിൽ, പ്രകൃതി നിയോഗിച്ചതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ പ്രദേശത്തെ മുഴുവൻ അജൈവ സംവിധാനത്തെയും അത് ഉൾക്കൊള്ളും. പ്രകൃതി നിയോഗിച്ചതല്ല, സ്വന്തം ബുദ്ധി കൊണ്ട് നിയോഗിക്കപ്പെട്ടതാണെങ്കിൽ എന്താണോ നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നത് അതിനെയാണ് നമ്മൾ സമൂഹമായിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ഈ സമൂഹം ത്തിനോട് യോജിക്കാൻ പാകത്തിൽ അതിലെ ഘടകങ്ങളെയെല്ലാം അതിനകത്തേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ ആ പൊതുധാരയുമായി ഏകദാനതയിൽ കൊണ്ടെത്തിക്കാനുള്ള നിയുക്ത സമൂഹ സത്തകളുടെ നിയുക്ത സമൂഹ സത്ത ഞാൻ ഈ സമൂഹത്തിന്റെ മർമ്മമാണെന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പോൾ ഞാനാണ് നിയോഗിക്കപ്പെട്ടത്. നിയുക്ത സമൂഹ സത്ത ഞാനാണ്. അപ്പോ അതെങ്ങനെയാ വന്നത്? എന്റെ സാമൂഹ്യ ബോധം കൊണ്ട്, എന്റെ സാമൂഹ്യ ഉത്തരവാദിത്തം കൊണ്ട്, എന്റെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട്. ആ അത്തരത്തിൽ ഞാൻ എന്റെ സമൂഹത്തിന്റെ ഘടകങ്ങളെ എന്റെ സമൂഹവുമായി ചേർന്നെഴുകാൻ പാകത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ ശ്രദ്ധാപൂർവം ഇടപെടുന്നതാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ആ ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നതാണ്. സമൂഹം ഏൽപ്പിച്ചതൊന്നും ആയിരിക്കണമെന്നില്ല, സമൂഹം ഏൽപ്പിച്ചതും ഉണ്ടാകും. പക്ഷെ അത് തന്നെ ആകണം എല്ലാവർക്കും എന്നില്ല. അത് നമുക്ക് വെളിയിലിറങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകളെ കണ്ടാൽ മനസ്സിലാവും. അവര് അത് നല്ലൊരു പരിപാടിയാണെന്ന് കരുതി അങ്ങനെ ഏറ്റെടുക്കുന്നു. അവർക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം അറിയും, അവർക്ക് അതിന് എത്രത്തോളം യോഗ്യതയുണ്ട്, അർഹതയുണ്ട്, അവർക്ക് എത്രത്തോളം വിസ്തൃതമായ വീക്ഷണമുണ്ട്, സാമൂഹ്യ ഘടകങ്ങളെ കുറിച്ച് അവയുടെ ചലനത്തെക്കുറിച്ച് എത്രത്തോളം അറിയാം എന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം സാമൂഹ്യ മർമ്മം എന്ന നിലയിൽ നിൽക്കാൻ യോഗ്യരാണ്. ഈ സമൂഹ മർമ്മമാകാൻ യോഗ്യമല്ലാതിരുന്നും സമൂഹധർമ്മത്തെ സ്വമേധയാ നിയോഗമായി ഏറ്റെടുക്കുന്ന സാമൂഹ്യ ഘടകങ്ങളാണ് പ്രതീത മർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണെങ്കിൽ കൃത്യമായി അതിന് പറ്റുന്ന ഒരു അനുകൂല പശ്ചാത്തലത്തിൽ അവർ പിറന്ന് അത് പകർന്ന് അവരെ ചുറ്റുപാടുമുള്ളവർ ബോധപൂർവവും അബോധപൂർവവും സാഹചര്യവശാൽ അതിനെ പരിശീലിപ്പിച്ചെടുത്ത് ആ രൂപത്തിൽ അതിനു വേണ്ടി മാത്രം ജീവിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ സമൂഹ മർമ്മം എന്ന് പറയുന്നത്. പക്ഷെ അതിനു പകരം സമൂഹ മർമ്മം ആകാൻ യോഗ്യതയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആയിത്തീരുന്നു. ഞാൻ ആ പരിപാടി ഏറ്റെടുക്കാം. ഞാനൊരു രാഷ്ട്രീയക്കാരന്റെ ഒരു പരമ്പരയിൽ വന്നു, രാഷ്ട്രീയ കുടുംബത്തിൽ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ആ പരിപാടി ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചുപേര് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അവരെയാണ് നമ്മൾ പ്രതീത മർമ്മങ്ങൾ എന്ന് പറയാം. പ്രതീതം എന്ന് പറഞ്ഞാൽ വെർച്വൽ, യഥാർത്ഥത്തിലുള്ളതല്ല, പക്ഷെ അങ്ങനെയാണെന്ന് ധരിക്കുന്നു. അവർക്ക് സമൂഹത്തിന്റെ പൊതുഘടനയെക്കുറിച്ച് അറിവുണ്ടാവില്ല. ഇപ്പോ ആരോഗ്യ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഒരാൾക്ക് അസുഖം വന്നാൽ ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുപോകുക സാമൂഹ്യ സേവനമാണത്.
അപ്പൊ ഇയാൾക്ക് ശരീരത്തിന് സ്വമേധയാ പ്രവർത്തിക്കാനുള്ള സംവിധാനമുണ്ടെന്നും അതിനൊന്ന് വിശ്രമിക്കുകയാണ് നല്ലതെന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സേവനം ചെയ്യുന്ന ആൾ ഇയാളെ പിടിച്ച് ഒരു ചെറിയ കാലിന് ചെറിയൊരു മുള്ളു കുത്തിയാൽ അല്ലെങ്കിൽ ചെറിയ ഒരു മുറിപ്പാട് വന്നാൽ ചെറിയൊരു കുരു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൊണ്ടെത്തിക്കും. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ എന്ന് പറയുന്നത് അതാണെന്ന് ഇയാൾ ധരിച്ചിരിക്കുന്നു. ശരീരത്തിന് അതിനൊരു ധർമ്മമുണ്ടെന്ന് അയാൾക്ക് അറിയുന്നില്ല. അപ്പൊ ഈ ഒരു ഗ്യാപ്പാണ് പ്രതീത മർമ്മങ്ങൾ ഫില്ല് ചെയ്യുന്നത്. അവിടെ ഒരു സേവനം ആവശ്യമാണ്, അത് ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുത്തു. പക്ഷെ അയാൾക്ക് പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഈ പ്രതീത മർമ്മങ്ങൾ ശീലനം കൊണ്ടോ ശിക്ഷണം കൊണ്ടോ സംസ്കാരം കൊണ്ടോ യുക്തി കൊണ്ടോ ബോധ്യപ്പെട്ട സാമൂഹ്യ പ്രവർത്തന തത്വങ്ങളാണ് അവരുടെ രാഷ്ട്രീയ പ്രത്യയമായി മുൻപോട്ട് നിൽക്കുക. അപ്പോ പ്രതീത മർമ്മങ്ങൾ ചെറിയ കാലം മുതൽ തന്നെ അവര് ശീലനം കൊണ്ട് പൊതു സമൂഹത്തിലെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അവരുടെ ഒരു ജീവിതത്തിന്റെ പരിശീലനം കിട്ടിയിട്ടുണ്ടാവും. ആ ശീലനം കൊണ്ടോ, പരിശീലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജീവിതത്തിലൂടെ ശീലിക്കുന്നതാണ് ശീലനം എന്ന് പറയുന്നത്. ശിക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? ബോധപൂർവമായിട്ടുള്ള ശിക്ഷണം. ചില പ്രത്യേക സാഹചര്യത്തിൽ ശിക്ഷിക്കുന്നു. ഇപ്പോ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക സ്കൂളിൽ പഠിക്കുന്നു. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിലെ ആളുകൾക്കെല്ലാം ഒരു പ്രത്യേക തരം പരിശീലനം കൊടുക്കാൻ സ്കൂളിലെ മാനേജ്മെന്റ് തയ്യാറാവുകയാണ്. അതുകൊണ്ട് അവിടെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കുട്ടികളെ മുഴുവൻ പരിശീലിപ്പിക്കാൻ അവിടെ ഒരു സംവിധാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയ മതസംഘടനയുടെ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നു. ബോധപൂർവമുള്ള ഒരു ശിക്ഷണം അത് കിട്ടുന്നു. ഇതല്ലെങ്കിലോ ഒരു സംസ്കാരം, ഒരു പ്രദേശത്ത് ജീവിച്ചു വന്നതുകൊണ്ട് അവിടുത്തെ സംസ്കാരം കൊണ്ട് ഇതൊന്നും അല്ലെങ്കിൽ ഇയാൾ വായിക്കുന്ന ആളാണ്, ഇയാൾ ജീവിതത്തെ നിരീക്ഷിക്കുന്ന ആളാണ്, അയാളുടെ യുക്തി കൊണ്ട് അങ്ങനെ ഈ പ്രതീത മർമ്മത്തിന് ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബോധ്യപ്പെട്ട സമൂഹ പ്രവർത്തന തത്വങ്ങൾ ആണ് അവരുടെ രാഷ്ട്രീയ പ്രത്യയമായി മുന്നിൽ നിൽക്കുക. എന്താണ് സമൂഹ പ്രവർത്തനം? സമൂഹമുണ്ടല്ലോ, ആ സമൂഹം എന്നുള്ള വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള തത്വം. എന്താണ് തത്വം എന്ന് നമുക്കറിയാം. ആ തത്വങ്ങൾ, അതായത് ഇയാളത് മനസ്സിലാക്കുന്നു, ഇയാളുടെ യുക്തി കൊണ്ട്, സംസ്കാരം കൊണ്ട്, ശിക്ഷണം കൊണ്ട്, ശീലനം കൊണ്ട് ഇയാൾ മനസ്സിലാക്കിയ സമൂഹ പ്രവർത്തന തത്വങ്ങൾ. ഈ തത്വങ്ങളാണ് ആ വ്യക്തിയുടെ രാഷ്ട്രീയ പ്രത്യയമായി മുൻപിൽ നിൽക്കുക. രാഷ്ട്രീയ പ്രത്യയം എന്ന് വെച്ചാൽ എന്താണ്? അയാൾ പരിസരവുമായിട്ട് ഇടപെടേണ്ടുന്നതിന്റെ ആൽഗോരിതം എന്താണ് എന്ന് അയാൾക്ക് മനസ്സിലാവുക. അയാൾ ഒരു എന്ത് കിട്ടിയാലും കച്ചവടം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ, എന്ത് കിട്ടിയാലും കച്ചവടം ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ പിറന്നു വളർന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. അയാളെ സംബന്ധിച്ചോളം എന്ത് കിട്ടിയാലും, കാടിനെ വെട്ടിമുറിക്കുക, അല്ലെങ്കിൽ മണ്ണിനെ വെട്ടി മാറ്റുക, ഈ വിധത്തിൽ എന്ത് ചെയ്തും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാളുടെ സോഷ്യൽ ആൽഗോരിതം എങ്കിൽ അയാൾ ചെയ്യേണ്ടുന്നത്, അയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും അയാൾക്ക് വിഷയമല്ല, പരിസ്ഥിതി വിഷയമല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ വിഷയമല്ല, മറ്റുള്ളവരുടെ ജീവാവകാശം അയാൾക്ക് വിഷയമല്ല, ഇതൊന്നും വിഷയമല്ലാതെ അയാളെ സംബന്ധിച്ചുള്ള പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രത്യയമാണ് അയാളുടെ ഉള്ളിൽ നിൽക്കുന്നതെങ്കിൽ ആധുനിക കാലത്ത് അയാൾ ആ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകും. അതാണ് അയാളുടെ രാഷ്ട്രീയ പ്രത്യയം, അയാളുടെ ഐഡിയോളജി എന്ന് പറയുന്ന സംഭവം അതാണ്. അപ്പോ സാമൂഹ്യമായ പ്രതിബദ്ധത കൊണ്ടോ സാന്ദർഭിക നിയോഗം കൊണ്ടോ സാംസ്കാരിക പ്രേരണ കൊണ്ടോ ഒക്കെ വിവിധങ്ങളായ രാഷ്ട്രീയ പ്രത്യയങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നിദാനമാകുന്നുണ്ട്. ഇതില് ചിലര് ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം എന്ന രീതിയിൽ ഇതിനെ ഏറ്റെടുക്കാറുണ്ട്. ചിലർ സമൂഹത്തോടുള്ള യഥാർത്ഥത്തിലുള്ള താല്പര്യം കൊണ്ട് അതിനെ ഏറ്റെടുക്കാറുണ്ട്. ചിലര് ഇതാണ് എന്റെ വഴി, ഇതാണ് നമുക്ക് സുഗമമായ രീതി, കാര്യങ്ങൾ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ ഇതാണ് മാർഗം എന്ന രീതിയിൽ ഏറ്റെടുക്കാറുണ്ട്. അപ്പോ സാമൂഹ്യമായ ഉത്തരവാദിത്വം കൊണ്ട് ഏറ്റെടുക്കുന്നവർ എന്ന് പറയുന്നത് അവർക്ക് സമൂഹത്തോട് സത്യത്തിൽ ഒരു ഇഷ്ടമുണ്ട്. സാന്ദർഭിക നിയോഗം കൊണ്ട് എന്നുള്ളതുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ കൂടെ നടക്കാൻ നമുക്കൊരു അവസരം കിട്ടി, അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ നടക്കുന്നു, അതുകൊണ്ട് ഞാനും അയാൾക്ക് ജയ് വിളിക്കുന്ന ഒരാളായിട്ട് മാറുന്നു എന്ന രീതിയിലാണ് സാന്ദർഭിക നിയോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക പ്രേരണ, ഒരു പ്രദേശത്തെ സംസ്കാരത്തിന്റെ പ്രേരണ കൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പോ ഇസ്രായേലിലോ അല്ലെങ്കിൽ ഇവിടെ സിറിയയിലോ ഒക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പ്രേരണ കൊണ്ടാണ് ഓരോരുത്തരും രാഷ്ട്രീയ പ്രത്യയങ്ങൾക്ക്
ചെന്നെത്തുന്നത്. അപ്പൊ ഇതുപോലെ രാഷ്ട്രീയ പ്രത്യയങ്ങളിലേക്ക് എത്താൻ ഇങ്ങനെയുള്ള കാരണങ്ങൾ വന്നു ചേരാറുണ്ട്. എന്നാൽ ഇതര ജൈവ അതിജൈവ വ്യവസ്ഥകളെ പോലെ മനുഷ്യനെയും സമൂഹത്തെയും മനുഷ്യന്റെ ജീവിത പരിസ്ഥിതിയെയും ഒരു സ്വയം സംഘടിത ചാക്രിക സുസ്ഥിര വ്യവസ്ഥയായി ബോധ്യപ്പെടാത്ത ഏത് പ്രത്യയ രാഷ്ട്രീയവും സഹജ സുസ്ഥിര സാമൂഹ്യ പ്രവർത്തനത്തോട് നീതി പുലർത്തുന്നില്ല. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും വേറിട്ടൊരു സാധനമാണെന്നുള്ള ഒരു ധാരണയുണ്ട്. മനുഷ്യനുണ്ടാക്കിയ വ്യവസ്ഥ, മനുഷ്യനുണ്ടാക്കിയ ഇക്കോണമി, മനുഷ്യനുണ്ടാക്കിയ പണവ്യവസ്ഥ, മനുഷ്യനുണ്ടാക്കിയ സാങ്കേതിക സംവിധാനങ്ങൾ, അവനുണ്ടാക്കിയ യന്ത്രങ്ങൾ, ഇവയെല്ലാം തന്നെ പ്രകൃതി പറയുമ്പോൾ ഭൂമി, സൗരയൂഥം, ഈ നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള നമുക്ക് തൊട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആ ഒരു ജൈവ വ്യവസ്ഥ, അതിജൈവ വ്യവസ്ഥകളെ പോലെ മനുഷ്യനെയും സമൂഹത്തെയും മനുഷ്യന്റെ ജീവിത പരിസ്ഥിതിയെയും ഒരു സ്വയം സംഘടിത വ്യവസ്ഥയായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ, എന്താണ് ഈ സ്വയം സംഘടിത വ്യവസ്ഥയുടെ പ്രത്യേകത? അതിന് സ്വയം സംഘടിപ്പിക്കും, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സ്വയമേ കൈകാര്യം ചെയ്യും, അതിന് ചാക്രികത ഉണ്ടാവും, ആവർത്തന സ്വഭാവം ഉണ്ടാവും, അതിന് സുസ്ഥിരത ഉണ്ടാവും, നിലനിൽപ്പിന്റെ ഒരു സ്വഭാവം ഉണ്ടാവും. ആ സുസ്ഥിര വ്യവസ്ഥയായിട്ട് ബോധ്യപ്പെടാത്ത ഏത് പ്രത്യയ രാഷ്ട്രീയവും സഹജ സുസ്ഥിര സാമൂഹ്യ പ്രവാഹത്തോട് നീതി പുലർത്തില്ല. പ്രകൃതി എങ്ങനെയാണ് ഇതിനെല്ലാം കൊണ്ടുപോകുന്നത്, അതിനോട് നീതി പുലർത്താൻ അത്രയും ഒരു പ്രത്യയ ശാസ്ത്രത്തിന് കഴിയില്ല. ഇപ്പോ പ്രകൃതിയെ അഡ്രസ് ചെയ്യുന്നതാണ് മാർക്സിസം എന്ന് പറയുന്നു. അതിന്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ പ്രവർത്തനത്തില് എവിടെയൊക്കെയോ ചില അപാകങ്ങൾ വന്നു ചേരുന്നുണ്ടെന്ന്. ഞാൻ അതിന്റെ തർക്കത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ രാഷ്ട്രീയ പ്രത്യയമായിട്ട് വന്നിട്ടുള്ള എല്ലാം, അത് വേൾഡ് എക്കണോമിക് ഫോറം മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രത്യയമാണെങ്കിലും ശരി, ഇവിടുത്തെ ഒരു എന്താ പറയാ ദേശീയ ബോധം, ദേശീയ ബോധം ഉണ്ടാക്കി തരുന്ന ഒരു, ഞാൻ ചില വാക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ, അത്തരത്തിലുള്ള പ്രാദേശിക ബോധം അല്ലെങ്കിൽ ദേശീയ ബോധം ഉണ്ടാക്കി തരുന്ന ചില പ്രത്യയങ്ങളാണെങ്കിൽ ശരി, ഇവയ്ക്കൊക്കെ തന്നെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു സ്വയം സംഘടിത വ്യവസ്ഥയാണെന്നും അത് തന്നെയാണ് മനുഷ്യ സമൂഹത്തിലുള്ളതെന്നും മനുഷ്യ സമൂഹത്തിന്റെ മുൻപോട്ട് പോക്കിലും ഈ സ്വയം സംഘടിത ചാക്രിക സുസ്ഥിര പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും ബോധ്യപ്പെടാത്ത പ്രത്യയങ്ങളാണ് അവിടെ ഉള്ളത്. അവയ്ക്ക് ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ടല്ലോ, പ്രാപഞ്ചികമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനമുണ്ടല്ലോ, ആ രാഷ്ട്രീയ സംവിധാനത്തോട്, സാമൂഹ്യ പ്രവാഹത്തോട് നീതി പുലർത്താൻ കഴിയില്ല. കാരണം ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാളെ ഈ ചക്രങ്ങൾ മാറും, അത് പുതിയൊരു ചാക്രികതയിലേക്ക് എത്തും എന്ന് ശരിയാം വിധം ചരിത്രത്തെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതൊരു ചെറിയ കാലഘട്ടത്തെ മാത്രം എടുത്തിട്ട് ഇതിൽ നിന്നും ഇതിലേക്ക് വികാസം സംഭവിച്ചു, അതിനുശേഷം ഇന്ന സംഭവത്തിലേക്ക് മാറി എന്ന് പറയുന്ന രീതിയിലുള്ളൊരു മാറ്റമല്ല. ദീർഘകാലത്തെ ഒരു ചാക്രിക പ്രവർത്തനം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ബോധ്യപ്പെടുന്ന, അത് ചരിത്രം പഠിച്ചിട്ടല്ല, ഇങ്ങനെയാണത് പ്രവർത്തിക്കുക എന്ന് ബോധ്യം വരുന്ന, പഠനത്തിലൂടെ ബോധ്യം വരുന്നതല്ല, സഹജമായ ബോധ്യത്തിലൂടെ ബോധ്യം വരുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇതിങ്ങനെയാണ് സമൂഹം പ്രവർത്തിക്കുക, സമൂഹ ശരീരം ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത് ബോധ്യം വരുന്നു. അപ്പോ ഈ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പ്രതീത സംവിധാനത്തിന് ഒരിക്കലും പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുക, സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാവില്ല. പകരം ഈ പ്രതീത കർമ്മങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് അനുസൃതമായിരിക്കും അവരാൽ നയിക്കപ്പെടുന്ന സമൂഹത്തിന്റെ പ്രവർത്തന വിന്യാസഗതികൾ. സമൂഹം ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് അറിയാതെ തന്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രവും തന്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ഇക്കോണമിയും തന്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു സാങ്കേതിക സംവിധാനവും കൊണ്ട് ലോകത്തെ മെനഞ്ഞെടുത്ത ആളുകൾ, അവർ കാണുന്ന രാഷ്ട്രീയ പ്രത്യയങ്ങളുണ്ടല്ലോ, ആ പ്രത്യയത്തിനനുസരിച്ചായിരിക്കും അവർ നയിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ, സമൂഹ സംവിധാനത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്ക്. അതുകൊണ്ടാണ് ഇന്നത്തെ ലോകം കൺസ്യൂമറിസത്തിന്റെയും ഇൻഡസ്ട്രിയലൈസേഷന്റെയും ഒരു വഴിയിലൂടെ ഉപഭോഗം ചെയ്യുക മാത്രമാണ് വഴി. പ്രകൃതിക്ക് എന്ത് സംഭവിച്ചാലും, തനിക്ക് എന്ത് സംഭവിച്ചാലും, തന്റെ തലമുറകൾക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല എന്ന രീതിയിൽ ഭൗമ പരിധികളെയും അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അതിനെ നയിക്കുന്നവരുടെ രാഷ്ട്രീയ പ്രത്യയങ്ങൾ ഇത്തരത്തിലാണ്. ഇതൊരു സ്വയം സംഘടിത വ്യവസ്ഥയാണെന്ന് മനസ്സിലാക്കി അതിനെ ക്രമീകരിക്കാനുള്ള
ആ ചാക്രികതയിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ആ ഒരു ബോധ്യമില്ലാത്തതുകൊണ്ട് ഏതൊക്കെയോ സൗത്ത് അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ഏതോ ഒരു രാഷ്ട്രത്തിലൊക്കെ ഇതിന് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ ബോധ്യത്തിലേക്ക് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രത്യയങ്ങളും ചെന്ന് അതിനനുസരിച്ച് നിലകൊള്ളുന്നതായി കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. അപ്പോ അങ്ങനെ ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അതല്ലാതെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ സംഭവിക്കുന്നത് ഇതാണ്. അതായത് തനിക്ക് മനസ്സിലായ ഒരു രാഷ്ട്രീയ പ്രത്യയം വെച്ചിട്ട് അവിടുത്തെ സാമൂഹ്യ സംവിധാനത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു. അതാണല്ലോ എല്ലായിടത്തും ഉണ്ടാകുന്നത്. ഒരു വീട്ടിൽ പോലും ഉണ്ടാകുന്നത് അങ്ങനെയായിരിക്കും. അപ്പോ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് സുസ്ഥിരതയെ ലക്ഷ്യമാക്കുന്ന ഒരു സാമൂഹ്യ മർമ്മത്തിന് ഒളിമ്പസ് പോലെയുള്ള ഒരു ഏകീകൃത ഹരിത ദർശന ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസത്തിന്റെ പിൻബലം ഉണ്ടാകേണ്ടത്. ദർശന ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഒളിമ്പസ് അത്തരത്തിലുള്ള ദർശന ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസമാണ്. ഇത്തരം ഒരു ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസം, ദർശന ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ശരിയായ സാമൂഹ്യ മർമ്മങ്ങളെ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിൽ നമ്മൾ ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്. നമ്മൾ ഈ വിധത്തിലുള്ള ഒരു ക്രമീകരണത്തിലൂടെ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ടും ആളുകൾ ഈ ഒരു സംവിധാനത്തിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈ ഒരു ഘടനയ്ക്കകത്ത് മനുഷ്യ സമൂഹത്തിനും ഈ ജൈവതയുടെ ഭാഗമായി നിൽക്കാനുള്ള അവസ്ഥയാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഘടനയാണ് ഉള്ളത് എന്നുള്ളത് അതിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുമില്ല. അപ്പോ എന്താണെങ്കിലും ഒളിമ്പസ് പോലെയുള്ള ഈ ഒരു ഇക്കോ വില്ലേജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുസ്ഥിര ജീവന സംവിധാനങ്ങൾ, ഹരിത ദർശനങ്ങൾ, ഇതിന് ലോകമെമ്പാടും പ്രസക്തിയുണ്ട്. ഒരുപാട് ഇക്കോ വില്ലേജുകൾ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. പൊതുലോകം ഇതിനെ വിളിക്കുന്നത് ഗയ്യ എഡ്യൂക്കേഷൻ എന്നാണ്. അത്തരം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സോഷ്യൽ ആക്ടിവിസത്തിലേക്ക് ഈ പോകുന്ന പ്രതീത സാമൂഹ്യ പ്രവർത്തകരെ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നത് ബോധ്യപ്പെടുക. ആ വഴിയിലേക്ക് ആയിരിക്കാനുള്ള ശ്രദ്ധയും ബോധവും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർക്ക്, സുസ്ഥിര ജീവന സമൂഹത്തിന്റെ പ്രവർത്തകർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.